എല്ലാവർക്കും നമസ്കാരം. യു.ജി.സിയുടെ പുതിയ നിയമാവലികൾ വന്നിരിക്കുന്നു. ആ നിയമാവലികൾ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങൾ കാര്യമായിട്ടുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോട് വിവരിക്കുന്നതിന് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾക്ക് എന്തോ വൈമുഖ്യമുള്ളതുപോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെങ്കിലും വലിയൊരു ജനവിഭാഗത്തിന് എന്താണ് യു.ജി.സി കൊണ്ടുവന്നിരിക്കുന്ന പുതിയ റെഗുലേഷൻസ്, എന്തൊക്കെയാണ് അതിലെ പ്രശ്നം, ഇതിൽ ജാതീയതയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇപ്പോഴുമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി കൂടി വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് 2026 വിവാദമായിട്ടുള്ള യു.ജി.സി റെഗുലേഷൻസ്, എന്താണ് അതിലെ സത്യത്തിലുള്ള പ്രശ്നം, ആ പ്രശ്നത്തിൻ്റെ ഗൗരവ സ്വഭാവം എത്രത്തോളം ഉണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം 2012 ഉണ്ടായിരുന്ന റെഗുലേഷൻസിനെ മാറ്റിയിട്ടാണ് 2026 പുതിയ റെഗുലേഷൻസ് വരുന്നത്. അത് പൊതുവെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും അതിന് വിരുദ്ധമായിട്ട് അത് പ്രവർത്തിക്കുന്നു. എല്ലാ വിഭാഗത്തിലുള്ള ജനതയെയും വിദ്യാർത്ഥികളെയും ഒരേപോലെ കാണുന്നതിന് ഈ റെഗുലേഷൻസിന് സാധിക്കുന്നില്ല എന്നുള്ള വ്യാപകമായിട്ടുള്ള ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഈ റെഗുലേഷൻസ്, ഇതിലെ വിവാദമായിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അത് വിവാദമാകുന്നത്, സുപ്രീം കോടതി ഈ വിഷയത്തിൽ പറയുന്നത് എന്താണ് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. നോക്കാം. നമ്മൾ ആദ്യം അറിയേണ്ടത് 2012 യു.ജി.സി പാസ്സാക്കിയ റെഗുലേഷൻസ് എന്തിനായിരുന്നു എന്നുള്ളതാണ്. ജാതി, മതം, ലിംഗം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള വിവേചനവും വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും സമത്വം, അത് അവസരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പരിഗണനയുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉണ്ടാകണം എന്നുള്ള ഒരു നിഷ്കർഷയായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നാൽ അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെയെല്ലാം സമത്വത്തിൻ്റെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്ന അർത്ഥത്തിൽ ഇപ്പോൾ പുതിയ റെഗുലേഷൻസിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേഷൻസ് 2026 എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ റെഗുലേഷൻസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര്. ഇത് വിവാദമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പുതിയ റെഗുലേഷൻസിലെ ക്ലോസ് 3C എന്താണ് ജാതി വിവേചനം എന്ന് വിശദീകരിക്കുന്ന ഭാഗത്താണ്. അതിൻ്റെ ഒരു നിർവചനം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് പറയുന്നത്: കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ only on the basis of caste or tribe against the members of the scheduled caste, scheduled tribes and other backward classes. അതായത് ജാതീയമായിട്ടുള്ള വിവേചനം എന്നത് ഇനിമേലിൽ SC, ST, OBC വിഭാഗത്തിലുള്ള ആൾക്കാർക്കെതിരെയുള്ള വിവേചനം മാത്രമാണ് എന്ന രീതിയിലത്തേക്ക് ജാതി വിവേചനത്തിനെ പരിമിതപ്പെടുത്തുന്നതിനുള്ള ഒരു ഡെഫിനിഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ജാതി വിവേചനം എന്ന് പറയുന്നത് യൂണി ഡയറക്ഷൻ അല്ല, അല്ലെങ്കിൽ അത് ഒരു ദിശയിലേക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല, മറിച്ച് അത് അങ്ങോട്ടുമാകാം ഇങ്ങോട്ടുമാകാം. ഉദാഹരണത്തിന് ഫോർവേഡ് കാസ്റ്റുകളിൽ നിന്ന് ബാക്ക്വേഡ് കാസ്റ്റുകളിലേക്കുള്ള ഒരു വിവേചനം എന്നത് ജാതി വിവേചനമാകുന്നത് പോലെ തന്നെ ബാക്ക്വേഡ് കാസ്റ്റുകളിൽ നിന്ന് ഫോർവേഡ് കാസ്റ്റുകളിലേക്കുള്ള വിവേചനവും ജാതി വിവേചനം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലടക്കം എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ ബ്രാഹ്മണ്യവുമായിട്ട് കൂട്ടിച്ചേർത്ത് ബ്രാഹ്മണരെ ആക്ഷേപിക്കുന്നതിനുള്ള ഒരു ട്രെൻഡ് വളരെ കൂടുതൽ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ഇതേപോലെ തന്നെ മറ്റ് ഫോർവേഡ് കാസ്റ്റുകൾക്കും ഈ പ്രശ്നങ്ങളുണ്ട്. ഇത് പലപ്പോഴും പല പൊതുവേദികളിലുമൊക്കെ ആൾക്കാർ ഉന്നയിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും ഇത് സാധാരണ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എന്ന രീതിയിലത്തേക്ക് നമ്മുടെ സമൂഹം ഉൾക്കൊള്ളുന്നു എന്നിടത്താണ് പ്രശ്നം. നിയമപരമായിട്ട് ഇത് ശരിയല്ല എങ്കിൽ പോലും ഒരു ബാക്ക്വേഡ് കാസ്റ്റിലുള്ള ആളിനെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നത് പോലെ തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെ ഫോർവേഡ് കാസ്റ്റിലുള്ള ഒരാളിനെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നതിനെയും കാണേണ്ടതാണ്. അവിടെയാണ് സമത്വം ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ മുന്നാക്ക വിഭാഗത്തിലുള്ള ഒരാളിനെ ജാതീയമായി അവഹേളിച്ചാൽ അത് ഒരു തരത്തിലുള്ള ജാതി വിവേചനവുമല്ല എന്നുള്ള ഒരു പൊതുബോധം നമ്മുടെ നാട്ടിൽ വളരെയധികം ആൾക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ബ്രാഹ്മണരെ, അതുവഴി മനുസ്മൃതിയെ ഒക്കെ തന്നെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാരിവിടെ ശ്രമിക്കുന്നത്. സത്യത്തിൽ അതും ജാതി വിവേചനമാണ്, അതും ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാരണം സമൂഹത്തിൽ പലതരത്തിലുള്ള വിഭജനങ്ങൾ, ഡിവിഷൻസ് ഉണ്ടാകുന്നതിന് ഈ ജാതി വിവേചനം ഒന്നാകെ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഇപ്പോൾ പുതുതായിട്ടുള്ള ഈ 3C നിർവചനം വന്നതുകൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇനിമേലിൽ ജാതി വിവേചനം ഉണ്ടാകുന്നത് SC, ST, OBC വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മേൽ ആണ് എങ്കിൽ അവർക്ക് മാത്രമേ ഇതിൽ പരാതിപ്പെടാനായിട്ട് സാധ്യമാകൂ എന്നുള്ളതാണ്. ഫോർവേഡ് കാസ്റ്റുകളിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ SC, ST, OBC വിഭാഗത്തിൽ ഇതരമായിട്ടുള്ള മറ്റേതൊരു വിഭാഗത്തിൽപ്പെട്ട ആളിനും ജാതീയമായിട്ടുള്ള പരാമർശത്തിൻ്റെ പേരിൽ വിവേചനമുണ്ടായാൽ അതിൻ്റെ പേരിൽ പരാതി കൊടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇതിലെ പരാതിക്കാരെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ജാതീയമായിട്ടുള്ള വിവേചനം ആർക്കെതിരെ ഉണ്ടായാലും, അത് മുന്നാക്ക വിഭാഗമാണെങ്കിലും പിന്നാക്ക വിഭാഗമാണെങ്കിലും
ഒരേ തരത്തിലുള്ള പരിഗണനയാണ് വേണ്ടത് എന്നുള്ള ഒരു സമത്വത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായി വന്നിരിക്കുന്നത്. ഇനി ഈ പുതിയ റെഗുലേഷൻസിൽ തന്നെ ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനം എന്നതിനെക്കുറിച്ച് നിർവചിക്കുന്ന മറ്റൊരു സെക്ഷൻ കൂടിയുണ്ട്. അത് 3E ആണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഡിസ്ക്രിമിനേഷൻ മീൻസ് എനി അൺഫെയർ, ഡിഫറൻഷ്യൽ ഓർ ബയസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓർ എനി സച്ച് ആക്ട് against any stakeholder, whether explicit or implicit, on the grounds only of religion, race, caste, gender, place of birth, disability, or any of them. It also includes any distinction, exclusion, limitation, or preference which has the purpose or effect of nullifying or impairing equality of treatment in education, and in particular of imposing conditions on any stakeholder or group of stakeholders which are incompatible വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. അതായത് വിവേചനം എന്നതിൻ്റെ ബ്രാക്കറ്റിൽ അത് മതപരമാകാം, വംശീയമാകാം, ജാതി അടിസ്ഥാനത്തിലാകാം, ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം, ജനിച്ച സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം, എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിലാകാം. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് വിവേചനം എന്നത് പറയുമ്പോൾ അതിൽ ജാതിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നീട് എന്തുകൊണ്ടാണ് ജാതി വിവേചനം പറയുന്ന സമയത്ത് അതിൽ എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്താത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ കാതലായിട്ടുള്ള ചോദ്യം. ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കാസ്റ്റ് ഉൾപ്പെടുന്നു. പക്ഷേ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ SC ST OBC വിഭാഗത്തിനെ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യമാണ് എന്നുള്ളതാണ് ഈ പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മറ്റൊരു പ്രശ്നം. ഇനി ഇതിൽ 7D എന്നൊരു ക്ലോസ് ഉണ്ട്. അതിൽ പറയുന്നത് ഹോസ്റ്റലുകൾ, ക്ലാസ് റൂമുകൾ, മെൻറ്റർഷിപ്പ് ഗ്രൂപ്പുകൾ എന്നിവിടങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. ഇവിടെയും ഒരു തരത്തിലുള്ള വിവേചനം കാണാവുന്നതാണ്. 7D ഇങ്ങനെയാണ് പറയുന്നത്: ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷാൽ എൻഷുർ ദാറ്റ് എനി സെലക്ഷൻ, സെഗ്രിഗേഷൻ ഓർ അലൊക്കേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ഹോസ്റ്റൽസ്, ക്ലാസ് റൂംസ്, മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ്സ് ഓർ എനി അതർ അക്കാഡമിക് പർപ്പസസ് ഈസ് ട്രാൻസ്പെറൻറ്റ്, ഫെയർ ആൻഡ് നോൺ ഡിസ്ക്രിമിനേറ്ററി. ഇതിൽ സത്യത്തിൽ അലൊക്കേഷൻ എന്നുള്ള വാക്ക് മാത്രം മതിയായിരുന്നു. പക്ഷേ സെഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു തരംതിരിവ് എന്നുള്ള ഒരു അർത്ഥം തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള സെഗ്രിഗേഷൻ എന്നുള്ള വാക്ക് ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന സമയത്ത് അത് വിദേശ രാജ്യങ്ങളിലടക്കം വിവാദമായിട്ടുണ്ട്. കാരണം അതൊരു റേഷ്യൽ സെഗ്രിഗേഷൻ ആകാം, അതൊരു കാസ്റ്റ് ബേസ്ഡ് സെഗ്രിഗേഷൻ ആകാം. അങ്ങനെ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്ലാസ്സുകൾ രൂപീകരിക്കുക, അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പുകൾ, ഹോസ്റ്റലുകളിലേക്കുള്ള അസൈൻമെൻറ്റ്, ഇതൊക്കെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു അപകടമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സത്യത്തിൽ വിദ്യാർത്ഥികളെ അലൊക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഫെയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ അനാവശ്യമായിട്ടാണ് ഈ സെഗ്രിഗേഷൻ എന്നുള്ള ഒരു വാക്കിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് പോലും സെഗ്രിഗേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്നാണ്. അതായത് തുല്യമാണ് പക്ഷേ സെപ്പറേറ്റ് ആണ് എന്നുള്ള ഒരു വിവക്ഷ അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അപകടകരമായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷനാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും അത് നമ്മുടെ നാട്ടിലെ സമത്വത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുമാണ് ഇവരുടെ പരാതി. ഇനി വിദ്യാർത്ഥികളെ മാത്രമല്ല രക്ഷിതാക്കളെ കൂടി ബാധിക്കുന്ന, നമ്മുടെ സമൂഹത്തെ ആകെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് 2012 ക്ലോസുകളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇത്തവണ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ റാഗിങ് അല്ലെങ്കിൽ ബുള്ളിയിങ് എന്ന് പറയുന്നത് വിവേചനപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതുമായി ബന്ധപ്പെട്ട്, അതിൽ പരാതികൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമം കൂടുതൽ ശക്തമാക്കുന്നതിന് പകരം അതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള പരാമർശവും പുതിയ റെഗുലേഷനുകളിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂനത. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിലെ 2 അംഗ ബെഞ്ച് ഇത് പരിഗണിക്കുമ്പോൾ അതിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചിയുമാണുള്ളത്. അവരിത് പരിഗണിക്കുന്ന സമയത്ത് ഈ പരാതിക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിന് അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് എന്നാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പുതുതായി വന്നിരിക്കുന്ന UGC റെഗുലേഷനുകളിൽ കുറേയധികം ആംബിഗ്വിറ്റീസ് അഥവാ അവ്യക്തതകളുണ്ട് എന്നാണ്. അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ പ്രശ്നങ്ങളുടെ പരിഹാരം ഇതിൽ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. ഇവിടെ സുപ്രീം കോടതി നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഏതാണ്ട് 1/2 ഡസനോളം ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതാണ്. അതിലൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ജാതി വിവേചനത്തിൻ്റെ നിർവചനം ക്ലോസ് 3C പറഞ്ഞിരിക്കുന്ന കാര്യം ഈ റെഗുലേഷനുകളുടെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും സമത്വം നൽകുക എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ട് ജാതീയമായിട്ടുള്ള വേർതിരിവിൻ്റെ നിർവചനം ബന്ധപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇതിൻ്റെ അസംഷൻ തന്നെ ജാതി വിവേചനം എന്നത് ഏകപക്ഷീയമാണ്, അത് യൂണി ഡയറക്ഷനിലാണ്. അതിൽ ബാക്ക്വേർഡ് കാസ്റ്റിൽ നിന്ന് ഫോർവേഡ് കാസ്റ്റിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജാതി വിവേചനം ഉണ്ടായാൽ അതിൽ പരാതിപ്പെടാനുള്ള മാർഗ്ഗങ്ങളെ പൂർണ്ണമായും ഷട്ട് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന തരത്തിലുള്ള ഒരു ഒബ്സർവേഷനാണ് പ്രാഥമികമായി സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത്.
രണ്ടാമത് സുപ്രീം കോടതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക, ഈ പുതിയ ജാതി വിവേചന നിർവചനം SC/ST OBC വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ബാധകമാകുമ്പോൾ തന്നെ അതിൽ തന്നെയുള്ള എക്സ്ട്രീം ബാക്ക്വേർഡ്നെസ് അനുഭവിക്കുന്ന വിഭാഗങ്ങളെ ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എക്സ്ട്രീംലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർ OBCയുടെ ഒരു സബ് കാറ്റഗറിയാണ്. അപ്പോൾ OBCക്ക് എന്ന് പറഞ്ഞാൽ അത് EBC അല്ലെങ്കിൽ എക്സ്ട്രീം ബാക്ക്വേർഡ് കാസ്റ്റുകൾക്കും ബാധകമാകേണ്ടതാണ്. അവർക്ക് അത്യന്തം പിന്നാക്ക വിഭാഗമായതുകൊണ്ട് നൽകപ്പെടേണ്ടതായിട്ടുള്ള പരിരക്ഷ ഇതിൽ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ രണ്ടാമത്തെ സംശയം. മൂന്നാമത്തേത് ഇതിനോടകം തന്നെ പറഞ്ഞ കാര്യമാണ്, ഈ സെഗ്രഗേഷൻ, ആൾക്കാരെ വേർതിരിക്കുക, സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന തത്വങ്ങൾക്കും നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന അടിസ്ഥാനമായിട്ടുള്ള അവകാശങ്ങൾ, തുല്യത തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 14, 15 എന്നീ കാര്യങ്ങളുടെയും വയലേഷനായി മാറുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അടുത്തത് സമത്വത്തിനുള്ള അവകാശം, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21 എന്നിവയുടെ വയലേഷനാണോ റാഗിങ്ങിനെ മൊത്തത്തിൽ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ്. അങ്ങനെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം റാഗിംഗ് എന്നുള്ളത് ഒരു കാടൻ സമീപനമാണ്, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള മാർഗ്ഗമല്ല. അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ഒരാൾക്ക് ജീവിക്കാനുള്ള റൈറ്റ് ടു ലൈഫ് ഗ്യാരണ്ടി ചെയ്യുന്ന 21ാം ഭരണഘടനാ അനുച്ഛേദത്തിന് വിരുദ്ധമാണ് ആ ക്ലോസ് ഇവിടെ നിന്ന് ഒഴിവാക്കിയത് എന്നുള്ളതാണ് പരാതിക്കാർ പറയുന്നത്. സുപ്രീം കോടതിക്കും ആ തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനമാണ് ഇതിലുള്ളത്. അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പരാതിക്കാർ പറയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുല്യതയുമായി ബന്ധപ്പെട്ട, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട, എക്സ്ട്രീംലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്പെഷ്യൽ പരിഗണനയൊന്നും തന്നെ ഇല്ലാതിരിക്കുന്ന, റാഗിംഗ് ഒക്കെ തന്നെ എടുത്തു കളഞ്ഞിരിക്കുന്ന, ജാതി വിവേചനം എന്നതിനെ യൂണി ഡയറക്ഷനിലാക്കിയിരിക്കുന്ന, വളരെ അപരിഷ്കൃതമായിട്ടുള്ള, എല്ലാ വിഭാഗങ്ങളെയും ഒരേപോലെ കാണാത്ത തരത്തിലുള്ള ഒരു റെഗുലേഷനാണ് ഇത്തവണ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഇതിനെ മരവിപ്പിക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. ഇതിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കും, ഇരുപക്ഷത്തിനെയും കേൾക്കും. അതിനുശേഷം മാത്രമേ ഇത് നടപ്പാക്കേണ്ടതാണോ, ഇതിൽ ഭേദഗതികൾ ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അതുവരെ ഈ റെഗുലേഷനുകൾ മരവിപ്പിച്ചിരിക്കുകയാണ്. 2012 നിലവിൽ വന്ന, ഇപ്പോഴും നിലനിന്നുകൊണ്ടിരുന്ന എന്തൊക്കെ റെഗുലേഷനുകളാണോ ഉള്ളത് അത് താൽക്കാലികമായിട്ട് തുടരും എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. കേന്ദ്ര സർക്കാർ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും ഒരേപോലെ കാണുന്നതിന് പകരം ഒരു ജാതീയമായിട്ടുള്ള വേർതിരിവ് ഇവിടെ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നതിന് അതിന് മുന്നോട്ട് വന്നിരിക്കുന്ന ഈ പെറ്റീഷണർമാരെ, അവരുടെ ആശങ്കകളെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന സുപ്രീം കോടതിയെ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുകയും എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും തുല്യനീതി ഉറപ്പുവരുത്തുന്നതിന് സുപ്രീം കോടതിക്കും അവരുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാരിനും കഴിയും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.